പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് വൈറ്റ് സാരീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്തിരുന്നു, വൈറ്റ് സാരീസ് കുറേ ചെയ്തിരുന്നു. അപ്പോൾ വൈറ്റ് പ്രിൻ്റായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കുള്ള സാരികൾ ചോദിച്ചായിരുന്നു. അപ്പോൾ അതും ഒക്കെയും കൂടെ കുറച്ച് ചുരിദാറുണ്ട്, കുറച്ച് സാരികളുണ്ട്. അതിനെ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ സാരി ഇതുണ്ട്, ഒരു നെറ്റ് കോട്ട സാരിയാണ്. ഇതിൽ ഫുള്ളായിട്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഈ രണ്ട് സൈഡിലും ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഹാഫായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. താഴ്ഭാഗത്തും ഈ ക്രോഷ്യോ ലേസ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ പല്ലു പോർഷൻ ആണെങ്കിലും കണ്ടോ, ഫുള്ളായിട്ടും ഈ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഈ സൈഡിൽ ഈ ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 1059 ആണ്. നമുക്ക് മറ്റ് ഈ വൈറ്റിലുള്ള മറ്റ് കളക്ഷൻസും കൂടെ നമുക്കൊന്ന് കാണാം. ഇത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന തന്നെ സാരിയാണ്. ഞാനപ്പോൾ ഇതിനൊന്ന് വിടർത്തിയും കൂടെ കാണിക്കാമെന്ന് ഓർത്തേ. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ്. ഇതിൻ്റെ പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബോഡി പാർട്ട് ഇതുണ്ടോ, ഹാഫായിട്ട് വരുന്നു. ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഫ്ലീറ്റ്സിൻ്റെ ഭാഗം വരുമ്പോൾ ഇങ്ങനെ ഹാഫായിട്ട് തന്നെ ഈ വർക്ക് വരുന്നു. വിത്ത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. ഇങ്ങനെ ഹാഫായിട്ട് തന്നെയാണ് ഈ വർക്കും വരുന്നത്. ഇതൊരു പ്രീമിയം കളക്ഷനിലുള്ള ഒരു ചുരിദാർ സെറ്റാണിത്. ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇതിൻ്റെ യോക്ക് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വർക്ക് ചെയ്തിരിക്കുന്നു. അതുപോലെ ഫ്രണ്ട് പീസിൽ ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കും മൈന്യൂട്ടായിട്ട് സീക്വൻസ് വർക്കും ഉണ്ട്. അടിഭാഗത്ത് നല്ല തിക്കായിട്ട് തന്നെ വർക്ക് വന്നിരിക്കുന്നു. ബാക്ക് പ്ലെയിൻ ആണ്. അതുപോലെ സ്ലീവിൻ്റെ ഭാഗം ഇങ്ങനെയും വരുന്നു. ഇതിൻ്റെ റേറ്റ് 1735 ആണ്. ഇതിൻ്റെ ദുപ്പട്ട രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് തന്നെ ഈ വർക്ക് വന്നിരിക്കുന്നു. രണ്ട് സൈഡിലും ഉണ്ട്. അതുപോലെ ഓൾ ഓവർ മൈന്യൂട്ടായിട്ടും ഈ സീക്വൻസ് വർക്ക് ഇതിൽ കാണാമെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, മൈന്യൂട്ടായിട്ട് ഈ സീക്വൻസ് വർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. സൈഡ് ക്രോഷ്യോ ലേസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോട്ടം പ്യുവർ കോട്ടൺ ആണ്. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതാണ്. ഇത് ഒരു വൈറ്റ് കോട്ടൺ സാരിയാണ്, കോട്ട സാരി. ഇതിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലുവിൽ വർക്ക് വന്നിരിക്കുന്നത്. റോസ്, പിങ്ക്, അതുപോലെ ഗ്രീൻ ഷെയ്ഡിൽ ക്രോഷ്യോ സ്റ്റിച്ചായിട്ടാണ് ഇത് ഫുള്ളായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ പിങ്ക് ഷെയ്ഡിൽ തന്നെ വർക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ബോഡി പാർട്ടിൽ ഈ വർക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഇങ്ങനെയാണിത്. ഈ വർക്ക് ചുറ്റിനും വരുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലീറ്റ്സിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ പിങ്ക് വർക്ക് ഹാഫായിട്ടുമാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇത് ഫുള്ള് വരുന്നത്. ഇത് വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 1260. ഇതും ഒരു വൈറ്റ് സാരിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൽ ഹാഫായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വരുന്നു. അതുപോലെ സിൽവർ ബോർഡറും രണ്ട് സൈഡിലും വരുന്നുണ്ട്. ഡാസിൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ബോഡി പാർട്ടിലേക്ക് വരുമ്പോൾ ഈ ഭാഗം വരെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഇതുണ്ട്, ഇവിടം വരെ ഈ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗത്ത് ചെറിയ എംബ്രോയ്ഡറി വർക്കുകൾ ഫുള്ളായിട്ടും വരുന്നുണ്ട്. അതുപോലെ രണ്ട് സൈഡിലും ഈ സിൽവർ ബോർഡറും വരുന്നുണ്ട്. റേറ്റ് 649. ഇതൊരു പ്യുവർ കോട്ടൺ സാരിയാണ്. വൈറ്റിൽ ബ്ലാക്ക്, റെഡ് എന്നുള്ള കോമ്പിനേഷനിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നതാണ്. ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. സൈഡിലൂടെ ഒരു ബ്ലാക്ക് കരയും പോയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുള്ള് അടിഭാഗം പോകുന്നത്. ഈ ഡിസൈൻ ഫുള്ളായിട്ടും പോരുന്നുണ്ട്. അതുപോലെ ബോഡി പാർട്ടിൽ റെഡ്, ബ്ലാക്ക് എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് പ്ലെയിൻ ബ്ലാക്കാണ്. ഇതിനിപ്പോൾ വേറെ ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 965 ആണ്. ഇത് ഒരു പ്യുവർ വൈറ്റ് ചുരിദാറാണ്. ഇതിൻ്റെ യോക്ക് പോർഷനിൽ ഈ ക്രോഷ്യോ വർക്ക് വന്നിരിക്കുന്നു. ഇത് ഇവിടെ കൊണ്ട് നെക്ക് വരും. ബാക്കി ഈ ഭാഗത്ത് ഈ വർക്ക് വരുന്നു. വിത്ത് ലൈനിങ് ആണ്. അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് ചെയ്ത് ഈ സൈഡിൽ ഫുള്ളായിട്ടും ഈ ക്രോഷ്യോ സ്റ്റിച്ചും വന്നിട്ടുണ്ട്. റേറ്റ് 925. ഇതും വൈറ്റ് സാരിയിൽ മറ്റൊരു എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പല്ലു പോർഷൻ കണ്ടോ, ഹാഫായിട്ട് തന്നെ ഈ വർക്ക് വന്നിരിക്കുന്നു. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സിൽവർ ബോർഡർ
വന്നിട്ടുണ്ട്. അതുപോലെ വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ രണ്ട് എൻഡിലും ഈ ബോർഡർ വരും. അതുപോലെ ഈ ഭാഗത്ത് ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും തന്നെ വന്നിട്ടുണ്ട്. ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴേക്കും ഇങ്ങനെയാണ് ഈ വർക്ക് വരുന്നത്. ഇവിടെ വരെ ഈ തിക്കായിട്ട് ഈ വർക്ക് വരുന്നുണ്ട്. സൈഡിൽ സിൽവർ ബോർഡറും വന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഇതുണ്ടോ ചെറുതായിട്ട് ഈ എംബ്രോയ്ഡറി വർക്ക് ഫുള്ളായിട്ടും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ സാരി ഓൾ ഓവർ വരുന്നത്. ഇതിൻ്റെ റേറ്റ് 649 ആണ്. ഇത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ സാരി വന്നിരിക്കുന്നത്. ഇതിൻ്റെ പല്ലു പോർഷനിൽ റെഡ് എംബ്രോയ്ഡറി വർക്കാണ് കാണുന്നത്. അതുപോലെ ബാക്കിയുള്ള ഭാഗത്ത് ചെറുതായിട്ട് റെഡ് ആൻഡ് വൈറ്റ് എംബ്രോയ്ഡറി വർക്കും വന്നിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ട് സൈഡിലും തിക്കായിട്ട് ഈ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ ബോഡി പാർട്ട് ഫുള്ള് വരുന്നത്. ഫുള്ളായിട്ടും തന്നെ ഈ ചെറുതായിട്ട് ഈ എംബ്രോയ്ഡറി വർക്കുകൾ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫ്ലീറ്റ്സിൻ്റെ ഭാഗമാകുമ്പോഴേക്കും ഇതുണ്ടോ ഇങ്ങനെ രണ്ട് സൈഡിലും തിക്കായിട്ട് ആ ബോർഡറും വരുന്നുണ്ട്. അതുപോലെ ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും വരുന്നുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. റേറ്റ് 559. ഇതും വൈറ്റിൻ്റെ മറ്റൊരു കളക്ഷനാണ്. ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെയാണ് യോക്ക് പോർഷനിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്ക്വയർ പാറ്റേണിൽ വന്നിരിക്കുന്നു. ചെറിയ എംബ്രോയ്ഡറി വർക്കുകളും ഇതിൻ്റെ സെൻറ്ററിലായിട്ടുണ്ട്. വിത്ത് ലൈനിങ് ആണ്. എല്ലാം സെയിം ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വൈറ്റ് ബോട്ടം, വൈറ്റ് ടോപ്പ്, യോക്ക് പോർഷനിൽ ഈ വർക്ക്. ദുപ്പട്ട രണ്ട് സൈഡും സ്കാലപ്പ് വർക്ക് ചെയ്തിരിക്കുന്നു. ഈ സൈഡിൽ ഇങ്ങനത്തെ എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് വന്നിരിക്കുന്നു. സെൻറ്ററിലൂടെ നിറയും എംബ്രോയ്ഡറി വർക്കുണ്ട്. റേറ്റ് 925. ഇപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.